എല്ലാ കൂട്ടർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. BSNL ഫൈബർ ഇൻ്റർനെറ്റ് കണക്ഷൻ 6 മാസം ഉപയോഗിച്ചതിന് ശേഷമുള്ള നമ്മുടെ യൂസർ റിവ്യൂ, പിന്നെ 6 മാസത്തിന് ശേഷം ബേസിക് പ്ലാനിൽ വന്ന ചേഞ്ച്, പിന്നെ ഒരു 50 രൂപ നമുക്ക് ഇവിടെ എങ്ങനെ ലാഭിക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. 399 രൂപയുടെ പ്ലാൻ GST അടക്കം നമുക്ക് വരുന്നത് 559 രൂപയാണ്. 6 മാസങ്ങൾക്ക് ശേഷം ഈ പ്ലാൻ ചേഞ്ചായി 516 രൂപ GST അടക്കം വരുന്ന പ്ലാനിലേക്ക് നമ്മൾ ചേഞ്ച് ആവുന്നതാണ്. നമുക്ക് ബില്ല് വരുന്നത് എല്ലാ മാസവും ആദ്യത്തെ ആഴ്ച തന്നെയാണ്. വരുന്ന ബില്ലിൽ നമ്മൾ ഉപയോഗിച്ച ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗവും നമ്മൾ വിളിച്ച കോളിൻ്റെ ഡീറ്റെയിൽസും തുടങ്ങി എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. SMS മുഖേനയും അതുപോലെ ഇമെയിൽ വഴി നമുക്ക് ബില്ല് ലഭിക്കുന്നുണ്ട്. ഏകദേശം ഒരു 17-ാം തീയതി വരെ ബില്ലടയ്ക്കാൻ നമുക്ക് സമയമുണ്ട്. ഇനി ബില്ലടിക്കുമ്പോൾ ഒരു 50 രൂപ എങ്ങനെ നമുക്ക് ലാഭിക്കാം എന്നുള്ള കാര്യം വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ 6 മാസമായിട്ട് ഈ ഒരു ഫൈബർ ഇൻ്റർനെറ്റ് കണക്ഷൻ BSNLൻ്റെ ഉപയോഗിച്ചിട്ട് എനിക്കങ്ങനെ സ്പീഡ് കുറവും മറ്റു കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ല. നെറ്റ് ഇടയ്ക്ക് കട്ടാവുന്ന ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ 1-2 ദിവസം ചിലപ്പോൾ ഒരു 10-20 മിനിറ്റൊക്കെ പോവാറുണ്ട്. അത് നമ്മൾ വിളിച്ചന്വേഷിക്കുമ്പോൾ എന്തോ മെയിൻ്റനൻസ് വർക്ക് കാരണം പോയതാണെന്ന് അവർ പറയുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ എടുത്ത സമയത്ത് എനിക്ക് വന്ന ചിലവ്, ആദ്യത്തെ മാസത്തെ ബില്ല്, ഞാൻ ഉപയോഗിക്കുന്ന മോഡത്തിൻ്റെ കാര്യങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന OTT സർവീസും അതിൻ്റെ റിവ്യൂവും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനാൽ ഈ വീഡിയോയിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല. 150 MBPSൻ്റെ BSNLൻ്റെ പ്ലാൻ എടുത്തിട്ട് വരെ ഹാപ്പി അല്ലാത്ത കൂട്ടുകാർ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റുമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റു കൂട്ടുകാർക്കും അത് ഒരു ഉപകാരമാവും. BSNL എന്നല്ല, ഏത് നെറ്റ്വർക്കാണെങ്കിലും നിങ്ങളുടെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങളുടെ ഒരു സ്ഥലം വെച്ചിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റൊരു കൂട്ടുകാർക്കും ഉപകാരമായിരിക്കും. നമ്മളെപ്പോലെ ഗ്രാമപ്രദേശങ്ങളിൽ BSNLന് അങ്ങനെ വലിയ സ്പീഡിൻ്റെ കുറവുകൾ ആരും തന്നെ പറയുന്നില്ല. ടൗൺ ഏരിയയിലാണ് കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത്. ഇനി നമുക്ക് 50 രൂപ എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കാം. ആമസോൺ ആപ്ലിക്കേഷൻ വഴി നമ്മൾ ബില്ലടയ്ക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു 50 രൂപ നമുക്ക് തിരിച്ച് ലഭിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ ആമസോൺ പേ ലേറ്റർ സർവീസ് ആക്ടിവേഷൻ ആക്കിയിട്ട് ശേഷം ബില്ലടയ്ക്കും. നമ്മുടെ പാൻ കാർഡ് ഉപയോഗിച്ചിട്ട് ആമസോൺ പേ ലേറ്റർ സർവീസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആക്റ്റീവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു പ്രാവശ്യം 500 രൂപയ്ക്കുള്ള എല്ലാ ബിൽ പേയ്മെൻറ്റിലും 50 രൂപ ആമസോൺ പേ ലേറ്റർ സർവീസ് വഴി നിങ്ങൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോൺ തിരിച്ചു തരുന്നുണ്ട്. അതിനായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ അതിനുള്ള ഒരു ഓഫർ വരുന്ന സെക്ഷനിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ഓഫർ സെലക്ട് ചെയ്ത് അത് കളക്ട് ചെയ്ത് എടുക്കണം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ആ ഒരു ഓഫർ കളക്ട് നൗ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 50 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കുകയുള്ളൂ. ഇതിനായിട്ട് നമുക്ക് എന്ത് ബിൽ പേയ്മെൻറ്റ് നടത്താം. ഇപ്പോൾ ബില്ലടയ്ക്കാൻ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ബില്ലടയ്ക്കാം, കറണ്ട് ബില്ലടയ്ക്കാം തുടങ്ങിയ എന്ത് ബിൽ പേയ്മെൻറ്റ് നടത്താം. നിങ്ങൾ ഓഫർ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു ഓഫറും കണ്ടില്ലെങ്കിൽ നിങ്ങൾ UPI സർവീസ് വഴി ആർക്കെങ്കിലും 1 രൂപ സെൻഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നവർ തന്നെ നിരവധി സ്ക്രാച്ച് കാർഡുകൾ ലഭിക്കും. അത് സ്ക്രാച്ച് ചെയ്താൽ നല്ല ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയും ഓഫർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.